No, it's not mine. Oh. No. Okay. Try now. ഇറങ്ങുന്ന അത്യാവശ്യം ആംഗിൾ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആംഗിളിൻ്റെ കാര്യം ഗോവിന്ദ. ആംഗിളും പോവും, മുട്ടും പോവും, നടുവും പിടിക്കും. അതുകൊണ്ട് ഇറങ്ങുന്ന കുറച്ച് കെയർഫുള്ളായിട്ട് നോക്കാം. അത്യാവശ്യം മഴയുണ്ടെങ്കിൽ ഈ ഏരിയ അത്യാവശ്യം നല്ല കുറേ കൂടെ ഗ്രീനറി, കുറേ കൂടെ ഭംഗിയായിരിക്കും. ഇച്ചിരി നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. നമ്മൾ വെള്ളം അധികമായിട്ട് എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. ഈ സൗണ്ടാണ്. നല്ല രസമാണ് ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ട് കേൾക്കാനായിട്ട്. ഒരു ഫ്രഷ്നെസ്സാണ്. സിറ്റി ലൈഫിൽ പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. ഇനി അവിടുത്തെ മരുഭൂമിയിലായതിനു ശരി, ഇനി അവിടുത്തെ ഹൈക്കിങ് ആണെങ്കിലും ശരി, അവിടെ പ്രത്യേകമാണ്. ഇതൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു വൈബൊന്നും ഒരിടത്തും കിട്ടൂല. ഇതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ കേരളത്തിൽ തന്നെ വരണം. ശാന്തി, ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ കുത്ത് ഇറക്കമൊക്കെ ഇറങ്ങി. ഇതോ ഈ കാണുന്ന ഇറക്കമെല്ലാം ഇറങ്ങി. ഇനി കുറച്ച് നേരെയായിട്ടുള്ള റോഡെന്ന് പറയാൻ പറ്റില്ല, വഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധികം വലിയ ടാസ്ക് ഇല്ല, കുറച്ച് ഫാസ്റ്റായിട്ട് എത്തും. ഏകദേശം പകുതി എന്നാണെങ്കിൽ പറയാം, പകുതി കൂടുതലായി. ഒറ്റ ഇറക്കത്തിലങ്ങ് ഇറങ്ങാനുള്ളൊരു പ്ലാനാണ്. അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മൾ പാമ്പുള്ള വഴിയിലൂടെയാണ് പോകണം. അതിനെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, കാണണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. അതാ കാണണ്ട. കാരണം കടി കിട്ടിക്കഴിഞ്ഞാൽ താഴെ ഇറങ്ങി ഹോസ്പിറ്റലിൽ പോണതിന് പിന്നെ കാര്യം തീരുമാനമാവും. വഴിയെല്ലാം കുറച്ച് കഠിനമാണ്. പിടിച്ചിറങ്ങിയോ കുമ്പുകളിലൂടെ ഇറങ്ങിയോ? അങ്ങനെ തന്നെ വന്ന വഴി സ്ലിപ്പാവും. നോക്കിക്കുവാണേ. എന്താ അതെവിടെ തന്നെ ഇറ്റക്കാട്
നമ്മൾ പൊന്മുടി ഇതുപോലെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ശ്രീമരാട്ടോ? സ്ട്രൈറ്റ്. പുല്ലൊക്കെ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുക എന്നുള്ളത് അറിയാൻ പറ്റില്ല. പാമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇവിടെ ടാസ്കില്ല. അതുപോലെ ശാന്തി സ്ലിപ്പർ ഇട്ടുകൊണ്ടാണ് ആശാൻ ഇറങ്ങിയിരിക്കുന്നത്. മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണതുകൊണ്ട് പാടാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ അത്യാവശ്യം തണുപ്പുള്ള ഏരിയയിലും ഈ മരങ്ങളുടെ ഇടയിൽ പാറക്കെട്ടിൻ്റെ ഇടയിലൊക്കെയാണ് ഇതിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ കുട്ടികളെ പ്രസവിക്കാനായിക്കോട്ടെ, അതിനെല്ലാത്തിനും വാസസ്ഥലം പറ്റിയത് ഇതേപോലെ ഇടുക്കുകളാണ്. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി ഒരു സർബത്ത് കുടിക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മളൊരു അമ്മയുടെ കടയിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇതും വലിയൊരു ഫോറസ്റ്റിൻ്റെ ഏരിയ തന്നെയാണ്. പുള്ളൂര് തന്നെ ഈ വഴി കൂടി നമ്മൾ നേരെ ഹൈക്ക് ചെയ്യാനായിട്ട് വേണ്ടി പോകണം. ഇതാണ് നമ്മളമ്മ. അപ്പോൾ അമ്മയുടെ തന്നെ സർബത്തൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഇനി നേരെ വീട്ടിലോട്ട്. എന്തായാലും ഇനി അടുത്ത ഹൈക്കിന് എല്ലാവരും കാണാം.